4 തരം കസ്റ്റമർ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന്, ചീപ്പ് കസ്റ്റമർ, എന്തു കൊടുത്താലും 10 പൈസ കുറച്ച് ചോദിക്കുന്നവൻ, അല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ 50 പൈസ കുറച്ച് കിട്ടിയാൽ ഓടിപ്പോകുന്നവൻ, ചീപ്പ്. 2, ഡിഫിക്കൽട്ട് കസ്റ്റമർ, എന്ത് കൊടുത്താലും സ്വസ്ഥത തരാത്തവൻ. 3, എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവുള്ള കസ്റ്റമർ. 4, ഇമോഷണൽ കസ്റ്റമർ ഓർ പീപ്പിൾ വിത്ത് മണി, കാശുള്ള കസ്റ്റമർ. ഇതിൽ ആരൊക്കെ ഇവിടെ നിൽക്കുന്നോ, ദേ ആർ ഇൻ ദ റോങ് നിഷ്. നിങ്ങളുടെ പ്രശ്നം അവിടെയാണ്. യു സെലക്റ്റഡ് ദ റോങ് നിഷ് മാർക്കറ്റ്. ചേഞ്ച് ദാറ്റ്. സോ നമ്മൾ ബിസിനസ്സുകാരായി തുടരുന്നിടത്തോളം കാലം എന്നും ചെയ്യേണ്ട കാര്യം, ബി എ സ്റ്റുഡൻറ്റ് ഓഫ് മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കസ്റ്റമറെ കുറിച്ച് എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. സെയിൽസ് അല്ല, മാർക്കറ്റിംഗ് അല്ല, ടെക്നിക് അല്ല, സ്ട്രാറ്റജി അല്ല, നമ്മൾ എന്നും പഠിക്കേണ്ടത് കസ്റ്റമറിനെ കുറിച്ചാണ്. എത്ര ഡീപ്പായിട്ട് നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ, അത്രയും കൂടുതൽ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം എത്ര ഡീപ്പിൽ നമ്മൾ പഠിക്കുന്നോ അത്രയും ഡീപ്പായിട്ട് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ കൂടുതൽ കൊടുക്കും. വാല്യൂ കൂടുതൽ കൊടുക്കും തോറും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ ബി എ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ മാർക്കറ്റ്. എന്താണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാ കിങ് മേക്കേഴ്സ് ക്ലബ് ഉണ്ടായേ? എങ്ങനെയാ കിങ്സ് ക്ലബ് ഉണ്ടായേ? എൻ്റെ അടുത്ത് വരുന്ന ബിസിനസ്സുകാർ ഇതുകൊണ്ട് 1 ഡേ ട്രെയിനിങ്ങിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കി ഇവർക്ക് എന്താ വേണ്ടേ. അപ്പോൾ അവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഇങ്ങനെ വിളിച്ചിരുത്തിയാൽ പറ്റത്തില്ല. ഇവരെ എൻ്റെ കൂടെ നിർത്തണം. 365 ഡേയ്സ് എല്ലാ ദിവസവും രാവിലെ ഓരോ മണിക്കൂർ വീതം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നവരാണ്. ഈ എൻ്റെ അടുത്ത് 1 ഡേ പ്രോഗ്രാമിന് വരുന്നവരെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ട്രെയിനിങ് വേണം. അങ്ങനെ എല്ലാ ദിവസവും വരുന്നവരെ അങ്ങനെ കിങ്സ് ക്ലബ് ഉണ്ടായി. അതിൽ നിന്നുണ്ടായി എന്തുണ്ടായി? വീണ്ടും കിങ്സ് ക്ലബ്ബുകാരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലായി, ഇതിൽ കുറച്ച് പേരുണ്ട് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന വലിയ ബിസിനസ്സുകാർ. അതിലെന്തുണ്ടായി? കിങ് മേക്കേഴ്സ് ക്ലബ്ബ് ഉണ്ടായി. എൻ്റെ ഒരു കോമ്പറ്റീറ്ററും ഇത് ചെയ്യുന്നില്ല. എൻ്റെ പൂർവികർ അല്ലെങ്കിൽ എനിക്ക് മുന്നേ ട്രെയിനിങ്ങിൽ ഇറങ്ങി ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയേ? ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൂ ഐ സെർവ്. എൻ്റെ കസ്റ്റമറെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്കെന്ത് മനസ്സിലായി? ഇതിൽ തന്നെ ഇരിപ്പുണ്ട് എനിക്ക് വേണ്ടത്. അവിടെ എന്താ ഞാൻ ചെയ്തേ? അസെൻഷൻ, ഓർഡർ വാല്യൂ കൂട്ടി. അതാണ് കിങ് മേക്കേഴ്സ് ക്ലബ്ബ്.